കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പം ഗോതമ്പിന്റെ അളകുന്നതയുടെയും വിശേഷം വന്നിട്ടില്ല കേട്ടോ. അത് വരാൻ കുറച്ച് ലേറ്റ് ആവും. അത് വരുമ്പോ തന്നെ ഞാൻ അതൊക്കെ അപ്ലോഡ് ചെയ്യട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കാണാം. ചിലപ്പോൾ ഉച്ച കഴിയും. ഇന്നത്തെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെയും വിശേഷത്തെ നമ്മൾ കാണുന്ന ഉണ്ണിമോളും ഗിരിദേവനും മുത്തശ്ശി എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ജയൻ ഉണ്ണിമോളെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഉണ്ണിമോൾ എന്തോ വലിയ തെറ്റ് ചെയ്തു. ഉണ്ണിമോള് കൊണ്ട് ആ സ്വർണ്ണങ്ങൾ മൊത്തം കളഞ്ഞിട്ട് വന്ന് ആ ഒരു രീതിയിലാണ് സംസാരിച്ചത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശിക്കും ഉണ്ണിമോൾക്ക് സങ്കടമായി. ഉണ്ണിമോള് പൊട്ടിക്കരയാ. പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിമോളെ കുറ്റപ്പെടുത്തണ്ട. എന്തിനാ ഉണ്ണിമോളെ കുറ്റപ്പെടുത്തുന്നേ? ഞങ്ങള് ആ ശില്പീനെ അന്വേഷിച്ച് തന്നെ അങ്ങോട്ട് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ശില്പീനെ കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷെ അവരുടെ ഭാര്യ പറഞ്ഞ് അവരുടെ മകനുണ്ട്, അവരുടെ കൊടുത്തു. അയാൾ ഈ ആ ആടയാഭരണങ്ങളൊക്കെ ഉണ്ടാക്കി പണിത് തരുമെന്ന് പറഞ്ഞു. അതോടെ ഞങ്ങൾ കൊടുത്തേ. ഞങ്ങളോടൊപ്പം കൂട്ടിക്കൊണ്ട് വരാനായിട്ട് തുടങ്ങിയതുവാ. ആ സമയത്ത് അയാൾ മുങ്ങൂന്ന് ഉണ്ണിമോള് പ്രതീക്ഷിച്ചില്ല. ഉണ്ണിമോൾക്ക് അല്ലെങ്കിൽ ആരുടെ മനസ്സറിയാനായിട്ടൊന്നും പറ്റില്ലല്ലോ. കള്ളന്മാരുടെ മനസ്സറിയാമെങ്കിൽ പറ്റുമെങ്കിൽ ഉണ്ണിമോൾ ആരായിരുന്നു എന്ന് ചോദിക്കുക. മുത്തശ്ശി പറഞ്ഞു, ശരിയാ, ഗിരിദേവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാ. വിനോദ് പറഞ്ഞു, അതെ അതൊക്കെ ശരിയാ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? കൃത്യസമയത്ത് തന്നെ ഉത്സവം നടത്തണം. അത് തിരുവാഭരണങ്ങൾ കൊടുത്തേക്കാന്ന് പറഞ്ഞല്ലേ, തിരുവാഭരണങ്ങൾ കൊടുക്കണ്ടേന്ന് ചോദിക്കുക. ജയൻ പറഞ്ഞു, എന്നാലും ഇവരെ തന്നെ വിറണ്ട ഒരാവശ്യമില്ലായിരുന്നു അമ്മേ. ഇവര് കുട്ടികളല്ലേ, ഇവരെ പറ്റിച്ചിട്ട് പോകാൻ എളുപ്പമാ. ഏതവനവിടെ കൊണ്ടുപോയെന്നറിയത്തില്ല. അവൻ ആ സ്വർണം കൊണ്ട് പോയിട്ട് അവൻ രക്ഷപ്പെടുകയുള്ളൂ. ഇനിയിപ്പം നമ്മൾ നാട്ടുകാരോട് എന്ത് പറയും? മുത്തശ്ശി പറഞ്ഞു, അതെ എനിക്ക് ഒരു കാര്യം ഉറപ്പാ, ഈ ഉത്സവം നടത്താൻ എനിക്ക് സാധിക്കും. എന്റെ മനസ്സിൽ തോന്നിച്ച അയ്യപ്പസ്വാമി എന്ന് പറയാം. ഓഹോ അങ്ങനെയാണോ? അന്നെങ്കിൽ അയ്യപ്പസ്വാമി തന്നെ ഒരു കാര്യം ചെയ്യുമായിരിക്കും. ഒരു പക്ഷെ എഴുന്നള്ളി വന്ന് അമ്മയുടെ കയ്യിലേക്ക് ആ സ്വർണ്ണാഭരണങ്ങൾ മൊത്തം തരുമായിരിക്കും. അല്ലെങ്കിൽ തിരുവാഭരണങ്ങൾ പണിത് കൊണ്ട് തരുമായിരിക്കും. ദേ കളിയാക്കൊന്നും വേണ്ട. ഇതിനു മുമ്പ് പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്. ഏത് ആപത്തിലും ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും അവിടെയൊക്കെ എനിക്ക് താങ്ങും തള്ളുമായിട്ട് എന്നെ അയ്യപ്പസ്വാമി വരുന്നുണ്ട്. അതൊരു പക്ഷേ അയ്യപ്പസ്വാമിയുടെ രൂപത്തിലല്ല, വേറെ ആരുടെയെങ്കിലും രൂപത്തിൽ ഒന്ന് സഹായിക്കുമെന്ന് എൻ്റെ മനസ്സിൽ പറയുന്നു. ഉത്സവം നടത്താനായിട്ട് മനസ്സിൽ തോന്നിപ്പിച്ച അയ്യപ്പസ്വാമി ആണെങ്കിൽ ആ ഉത്സവം നടത്താൻ പറ്റും. ജയൻ പറഞ്ഞു, നോക്കിയിരുന്നു, എപ്പം നടത്തിയെന്ന് ചോദിച്ചാൽ മതി. നാണക്കേട് കൊണ്ടിരുന്ന ആൾ മുതൽ തല ഉയർത്തണ്ടെന്ന് പറയണേ. ഈ സമയം അനസൂയ പറഞ്ഞു, എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ പറഞ്ഞ് വഴക്കടിച്ചോണ്ടിരിക്കണേ? ഇപ്പൊ നമ്മൾ അതല്ല ചിന്തിക്കണ്ടേ. ഉത്സവം നടത്താൻ എന്തെങ്കിലും പോംവഴിയുണ്ടോ? തിരുവാഭരണം കൊടുക്കാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടെന്നാ ചിന്തിക്കണ്ടേ. പെട്ടെന്ന് ജയൻ പറഞ്ഞു, അതെ ഒന്നും രണ്ടും അല്ല തിരുവാഭരണം പണിയാനായിട്ട് പൈസ വേണ്ടത്. 1-2 ലക്ഷം പോരാ, കുറെ ലക്ഷങ്ങൾ അങ്ങോട്ട് വേണം. അരപ്പട്ട വേണം, മാല വേണം, കിരീടം വേണം, അങ്ങനെ എല്ലാം വേണം തിരുവാഭരണങ്ങൾക്കകത്ത്. അപ്പൊ അത് പണിയാനുള്ള പൈസ നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്റെ കയ്യിലില്ല കേട്ടോ. ഇനിയിപ്പോ വിനോദിന്റെ കയ്യിലുണ്ടെങ്കിൽ വിനോദ് എടുത്തോളം പറയണ. പെട്ടെന്ന് അനസൂയ പറഞ്ഞു, അതിന് മാത്രം പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ എവിടുന്നാ ഇരിക്കണേ? അതാ ഞാൻ പറഞ്ഞേ, എത്രയും പെട്ടെന്ന് ഊരായ്മക്കാരോട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതിന് തലയൂരാ. അതാ ഞാൻ നോക്കിയിട്ട് ഒരു നിവൃത്തിയുള്ളെന്ന് പറയാ. പെട്ടെന്ന് ദേവികൻ പറഞ്ഞു, അതൊന്നും വേണ്ട. ഉണ്ണിമോളും ഗിരിദേവനും ബാബരും കൂടെ ആ സ്വർണം നഷ്ടപ്പെട്ട ആ വീട്ടിലേക്ക് ചെല്ലണം. വീണ്ടും അവിടെ ചെന്നിട്ട് അവരോട് ചോദിക്കണം അവരുടെ മകൻ അവിടെ വന്നോന്ന്. എന്റെ മനസ്സ് പറയുന്നു ഉറപ്പായിട്ടും ആ നഷ്ടപ്പെട്ട സ്വർണം കിട്ടും. തിരുവാഭരണം പണിയാനുള്ള സ്വർണം കിട്ടുമെന്ന് എൻ്റെ മനസ്സ് പറയും. ഇത്രയും മുന്നോട്ട് കൊണ്ടുപോയില്ല അയ്യപ്പസ്വാമി, ഇനി അതും കിട്ടും. അതിനൊക്കെ ശേഷം അത് കിട്ടിയില്ലേ മാത്രം പറഞ്ഞാൽ മതി. ഒരു കാര്യം ചെയ്യ, ഗിരിദേവനും ഉണ്ണിമോളും ബാബരും കൂടെ ചെല്ല്, നിങ്ങൾ ആ വീട്ടിലേക്ക് എന്ന് ചോദിക്കാൻ പറയാണ്. അങ്ങനെ അവരവിടുന്ന് ഇറങ്ങിത്തിരിക്കുകയാണ്. പിന്നീട് കാണുന്ന ജയന്ത് ബാഗൊക്കെ തൂക്കി പോകാൻ റെഡിയായിട്ട് വരുന്ന സമയത്ത് ജയന്തിന്റെ 2 ഫ്രണ്ട്സ് അവിടെ വഴി നിൽക്കുന്നുണ്ടേ. ജയന്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എടാ എന്താടാ നീ ബാഗൊക്കെ തൂക്കി, നീ എങ്ങോട്ടാ പോണേന്ന് ചോദിക്കാണ്. ഞാൻ ഇവിടെ നിൽക്കുന്നില്ലടാ, ഞാൻ പോകുവാന്ന് പറയാം. നീ എങ്ങോട്ടാ പോണേ? ഞാൻ കുറെ ദൂരേക്ക് പോവാ. അല്ല നീ എന്താ ഇങ്ങനെ? കള്ളൻ നിന്റെ പേര് വീണില്ലേടാ, പിന്നെ ഞാൻ ഇവിടെ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? എടാ കള്ളന്റെ പേര് പറഞ്ഞ നീ തേങ്ങയും അങ്ങനെ കുരുമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ മോഷ്ടിക്കാറുള്ളത്, അല്ലാതെ വേറെ ആരുടെയും പൊന്നും പണമൊന്നും മോഷ്ടിച്ചിട്ടില്ലോ. പിന്നെ നിനക്ക് ഇവിടെ നിന്നാ എന്താ കുഴപ്പം? എടാ അതൊക്കെ മോഷ്ടിച്ചാണ്, മോഷണം മോഷണം തന്നെയാ, കള്ളൻ എന്നുള്ള പേര് വീഴും. പിന്നെ നാട്ടുകാരെല്ലാം കൂടി എന്നെ തൂണ കെട്ടിയിട്ട് തല്ലി ചതച്ചില്ലേ? അപ്പൊ അതിനിയിപ്പം ആ ഒരു ചിന്തയായിരിക്കും ഇവിടെ എല്ലാവരുടെയും മനസ്സിലുള്ളത്. എനിക്ക് നാട്ടിൽ നിന്ന് ഒരു പെണ്ണ് കിട്ടുമോ? ഒരു കാരണവശാലും കിട്ടില്ല. കള്ളന് ഒരു പെണ്ണ് കൊടുക്കാനായിട്ട് ആരും തയ്യാറാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ നാട്ടിൽ നിന്ന് പോയിട്ട് വേറെ എവിടെയെങ്കിലും പോയി എനിക്ക് സുഖമായിട്ട് കഴിയണം. എടാ നീ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവും? നിന്റെ അമ്മയ്ക്ക് ആരാ ഉള്ളേ? അതൊന്നും കുഴപ്പമില്ല. എന്റെ അമ്മേനെ നോക്കാനായിട്ട് ദൈവങ്ങളുണ്ട്. എന്റെ അച്ഛൻ കുറെ ദൈവങ്ങളെ സൃഷ്ടിച്ചു വിട്ടിട്ടില്ലേ, അവർ നോക്കിക്കോളൂ എന്ന് പറയാം. എന്നാലും വേണ്ടടാ ഇവിടെ നിൽക്കടാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് ജയന്തൻ കൂട്ടാക്കുന്നില്ല. ജയന്തൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഒരു കൂട്ടുകാരൻ പെട്ടെന്ന് വിളിച്ചു, ജയന്ത അവിടെ നിന്നേന്ന് പറയണേ. എന്താ? അല്ല നീ എങ്ങോട്ടാ പോണേ? എങ്ങോട്ടാ പോന്നെന്ന് പറഞ്ഞിട്ട്. ഞാൻ പോകുന്ന എങ്ങോട്ടാന്നറിയോ? കിഴക്കേ വാതിലേക്കോ. കിഴക്കേ വാതിലേക്കോ? പെട്ടെന്ന് മറ്റേ കൂട്ടുകാരൻ അങ്ങോട്ട് വന്നു. അവർ രണ്ടുപേരും ആ പേര് കേട്ടാൻ ഞെട്ടി. എടാ നീ എന്ത് ഭാവിച്ചത്?
അങ്ങോട്ട് ഈ ചെറുപ്പക്കാരായ പിള്ളേരൊന്നും പോവാറില്ല, ആൺകുട്ടികളൊന്നും. നിനക്ക് അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാവുന്നല്ലേ? അതൊക്കെ അറിയാം. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോന്നെ. എടാ ഇത് അപകടമാണ്, അങ്ങോട്ട് പോകണ്ടെന്ന് പറയാ. എടാ അവിടെ പോയി കണ്ടോ, ഞാൻ സുഖമായിട്ട് ജീവിക്കും. അല്ല നിന്റെ കയ്യിൽ എന്നോട് പണമൊക്കെ എവിടുന്ന? പണമോ? പെട്ടെന്ന് ആ ബാഗ് അങ്ങോട്ട് തുറന്നു കാണിക്കുക. എടാ ഇതെന്താ? ഇത് സ്വർണ്ണ ബിസ്ക്കറ്റ്. എന്തിനാണെന്നറിയാവോ? ഇന്നലെ 2-3 പിള്ളേർ നമ്മുടെ അടുത്ത് വന്നില്ലേ, അവര് ക്ഷേത്രത്തിൽ വിഗ്രഹത്തിന് തിരുവാഭരണങ്ങൾ പണിയാനായിട്ട് കൊണ്ടുവന്നതാ. അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് അത് ഏൽപ്പിച്ചേ. ഞാൻ വലിയ ശില്പിയാന്നാ വിചാരം. ആ സ്വർണ്ണം അടിച്ചു വരെ ഞാൻ പോകുന്ന. ഇത് വിറ്റിട്ടുണ്ട് എനിക്ക് ലക്ഷങ്ങൾ കിട്ടൂടാ. ഇത് മതി എനിക്ക് ജീവിക്കാനായിട്ട്. എവിടെ പോയാലും നല്ല സുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റും. അല്ല നീ എന്നിട്ട് അവൾക്കൊരു പണി കൊടുത്തില്ലേ? എടാ ഇതിനേക്കാളും വലിയ പണി എന്തിനാ കൊടുക്കുന്നേ? ഇത് തന്നെ അവൾക്കിട്ടുള്ള ഏറ്റവും വലിയ പണിയല്ലേ? ഞാൻ പോകാൻ പോവാ. എടാ എന്നാലും ഇല്ല. അവിടെ പോയി നല്ല പെണ്ണും കിട്ടി നല്ല സുഖമായിട്ട് ഞാൻ ജീവിക്കും. എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. ഈ സമയം കൂട്ടുകാരന്മാർ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് പോവാണ്. പിന്നീട് ക്ഷേത്രത്തിലേക്ക് മേനോനും മേനോന്റെ ഭാര്യയും അമ്മയും കൂടെ തൊഴാനായിട്ട് അങ്ങോട്ട് വരിക. ആ നാട്ടിലെ വലിയൊരു പ്രമാണിയും വലിയൊരു പണക്കാരനും ഒക്കെയാണ് അയാൾ. അപ്പൊ അയാളാണ് ഗൾഫിലെ സൂപ്പർ മാർക്കറ്റൊക്കെ പണിയുന്നത്. പുതിയ സൂപ്പർ മാർക്കറ്റ് പണിയുന്നുണ്ട്. അങ്ങോട്ട് രാജീവന് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ജോലിക്ക് വേണ്ടിയിട്ട്, സൂപ്പർവൈസർ ജോലിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ പുള്ളിക്കാരൻ വന്ന് തൊഴുത് കഴിഞ്ഞപ്പോഴത്തേനും തിരുമേനി പ്രസാദമൊക്കെ കൊടുക്കുകയാണ്. പെട്ടെന്ന് തിരുമേനി അല്ല കുറെ കാലമായിട്ട് മേനോനെ ഇങ്ങോട്ട് കാണാനേ ഇല്ലായിരുന്നല്ലോ, അതെന്താ ഇച്ചിരി തിരക്കായി പോയി തിരുമേനി. എന്നാലും എൻ്റെ അമ്മ വരുന്നുണ്ടല്ലോ ഇവിടെ, സുമിത്രാമ നിത്യേന വന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അതെന്താ എത്ര തിരക്ക്? ഞാൻ ഗൾഫിലെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ഇന്റർവ്യൂവും കാര്യങ്ങളുമായിട്ട് കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരായിരുന്നേ. പിന്നെ അടുത്ത ദിവസം അമ്മയുടെ ഷഷ്ടിപൂർത്തിയാന്ന് പറയുന്നത്. ആണോ? കൊള്ളാലോ. അല്ല അപ്പൊ ഭയങ്കര ഗംഭീരമായിട്ടായിരിക്കും ആഘോഷിക്കുന്നില്ലേ? അങ്ങനെ ആഘോഷമൊന്നുമില്ല. സദ്യയോ ആൾക്കാരെയൊന്നും വിളിയോ ഒന്നും വേണ്ടാന്ന് അമ്മ പറഞ്ഞു. അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഈ തവണത്തെ ഇവിടുത്തെ ഉത്സവം നടത്തണം എന്നുള്ളതാ. അപ്പൊ അതിനു വേണ്ടിയിട്ടും കൂടെ ഞാൻ ഇങ്ങോട്ട് വന്നേ. പെട്ടെന്ന് തിരുമേനിയുടെ മുഖം ഇങ്ങോട്ട് മാറി. എന്താ തിരുമേനി ഒരു കാര്യം ചെയ്യാം. എത്ര രൂപ അതിന് വേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. പോക്കറ്റിൽ നിന്ന് ഒരു ചെക്ക് ബുക്കും എടുത്തിട്ട് ഒരു ചിക്കൻ ലൈഫ് അങ്ങോട്ട് എഴുതി കൊടുക്കുവാണ്. എത്ര രൂപ വേണേലും എഴുതിയെടുക്കാം. ഉത്സവത്തിന് വേണ്ടുന്ന എത്ര പണമെന്ന് വെച്ചാൽ ഒന്നിനും ഒരു കുറവും വരത്തില്ല. ഈ തവണ ഉത്സവം ഞങ്ങൾ അങ്ങോട്ട് ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചെന്ന് പറയാം. പെട്ടെന്ന് തിരുമേനി പറഞ്ഞു, അല്ല ഉത്സവം നടത്താനായിട്ട് നേരത്തെ തീരുമാനമായല്ലോ എന്ന് പറയാം. തീരുമാനമായ ആര്? അതെ, അത് നേരത്തെ തീരുമാനിച്ചു. അതിന്റെ ആചാരസ്ഥാനങ്ങളൊക്കെ കൈമാറി എന്ന് പറയാം. അയ്യോ ഇത് അറിഞ്ഞിരുന്നില്ല എന്ന് പറയാ. പക്ഷെ തിരുമേനി എൻ്റെ അമ്മയുടെ ആഗ്രഹമാണ്. പെട്ടെന്ന് അയാളുടെ ഭാര്യ രാജി പറഞ്ഞു, അതെ തിരുമേനി ഒരു കാര്യം ചെയ്യാം. അമ്മയ്ക്ക് ഷഷ്ടിപൂർത്തി ഈ വർഷമല്ലേ ആഘോഷിക്കാൻ പറ്റുള്ളൂ, അടുത്ത വർഷം ആഘോഷിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവരോട് എങ്ങനെയായാലും ഒന്ന് പറ, ഈ തവണത്തേക്കൊന്ന് മാറ്റി വെക്കാനായിട്ട് ഞങ്ങളൊന്ന് നടത്തിക്കോട്ടെ എന്ന് പറയാം. തിരുമേനി പറഞ്ഞു, അതങ്ങനെ പറ്റിയ അവര് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. അവരെന്റെ പണം മൊത്തം ഇവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞു, നേരത്തെ ഏൽപ്പിച്ചിരിക്കുക. ഒരുപക്ഷെ സുമിത്രാമ്മയ്ക്ക് അറിയായിരിക്കും ഇവിടെ ഇടയ്ക്ക് തൊഴാൻ പറയാനുള്ള ദേവികമ്മേനെ കുറിച്ച്. ദേവികമ്മയാ ഈ ഉത്സവം നടത്താൻ പോണെന്ന് പറയണ. അവരോന്ന് ചോദിക്കണം. അതെ അവരെ ഉത്സവം നടത്തുന്നേ. തിരുമേനിയുള്ളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ അവരോടൊന്ന് സംസാരിച്ചു നോക്ക്, ഉത്സവം ഞങ്ങൾ നടത്തിക്കോട്ടെ എന്ന്. പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾ തന്നെ കൂടെ അടിച്ച് തീരുമാനിക്കാൻ പറയണേ. ഈ സമയത്ത് രാജീവിന് അനുപമയുടെ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ വരുന്നേ. അവരങ്ങോട്ട് കയറി വരുന്ന കാഴ്ച തിരുമേനിയുണ്ട്. അതുകൊണ്ടാ ആ ദേവികമ്മയുടെ മോനും മരുമോളും ആ കയറി വരുന്നേ. അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർ സമ്മതിക്കുവാണെങ്കിൽ നിങ്ങൾ ഉത്സവം നടത്തിക്കോളാൻ പറഞ്ഞ് തിരുമേനി അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് രാജി പറഞ്ഞു, അത് നമ്മുടെ വഴിക്ക് വെച്ച് കൈ നീട്ടി ആ ജോലി ചോദിച്ചാൽ അയാളല്ലേന്ന് ചോദിക്കുകയാണ്. അതെ നീ വാടിയെന്ന് പറഞ്ഞ് അവരും കൂടി ചെല്ലുവാണ്. അങ്ങനെ രാജീവിന്റെ അടുത്തേക്ക് എന്നിട്ട് മേനോൻ ചോദിച്ചു, അല്ല രാജീവനല്ലേന്ന് ചോദിക്കുകയാണ്. അതെ റെസ്യൂമെ അയച്ചിട്ടുണ്ടായിരുന്നില്ലേ ജോലിക്ക് വേണ്ടി? അതെ സാർ ഞാൻ റെസ്യൂമെ അയച്ചിട്ടുണ്ടായിരുന്നു. അല്ല സാറ് ഞാൻ ഇവിടെ വരുമ്പോൾ ഞാനിവിടെ തൊഴാൻ വരുന്ന. പിന്നെ റെസ്യൂമെ അയച്ചോ കൊള്ളാം, അവിടെ കുറെ വേക്കൻസികളൊക്കെ ഉണ്ട്, കുറെ വേക്കൻസികളുണ്ട് അല്ലേ? ഏത് വേക്കൻസിക്ക് അപ്ലൈ ചെയ്തേക്കുന്നേ? ആ സൂപ്പർവൈസർ പോസ്റ്റിലേക്ക്. ആണോ? അങ്ങനെയാണെങ്കിൽ രാജീവിന് ഉറപ്പായിട്ടും ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞു. ക്വാളിഫിക്കേഷനൊക്കെ ചോദിച്ചു. അനുപമയ്ക്ക് സന്തോഷമായി. ഒത്തിരി താങ്ക്സ് ഉണ്ട് സാറെന്ന് പറയണേ. അല്ല പിന്നെ ഈ അടുത്ത ദിവസമായി എൻ്റെ അമ്മയുടെ ഷഷ്ടിപൂർത്തിയാന്ന് പറയാം. ആണോ? അപ്പൊ ഭയങ്കര ആഘോഷമായിരിക്കില്ലേ? ഈ ആഘോഷമൊന്നുമില്ല, ഈ അമ്പലത്തിൽ ഉത്സവം നടത്താനായിട്ടാ തീരുമാനിച്ചിരിക്കുന്നത്. അമ്പലത്തിലെ ഉത്സവം? അതെ. പക്ഷേങ്കിൽ എന്ത് ചെയ്യാനാ, ആ ഉത്സവം വേറെ നിങ്ങളുടെ വീട്ടുകാർ ഏറ്റെടുത്തെന്ന് അറിയാൻ കഴിഞ്ഞ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നടത്താൻ പറ്റില്ലെന്ന് പറയാം. പെട്ടെന്ന് രാജി കയറി പറഞ്ഞു, നിങ്ങൾക്ക് ഈ തവണത്തെ ഉത്സവം ഒന്ന് മാറ്റി വെച്ചുകൂടെ? ആ ഉത്സവം നടത്താനുള്ള ഞങ്ങൾക്ക് വിട്ടു തന്നുകൂടെ? ആ സ്ഥാനം ഞങ്ങൾക്ക് തരുമോന്ന് ചോദിക്കുക. പെട്ടെന്ന് രാജീവിന് എന്ത് മറുപടി പറയാനെന്ന് അറിയത്തില്ല. രാജീവൻ പറഞ്ഞു, അതെങ്ങനെയാ ശരിയാവുന്നേ? ഉത്സവം നടത്താനായിട്ട് അമ്മ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. പെട്ടെന്ന് ഒരു കാര്യം ഓർത്തോലെ മേനോൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ, ആ സൂപ്പർ മാർക്കറ്റിലെ വേക്കൻസി ഇനിയിപ്പോ സൂപ്പർവൈസറിന്റെ പോസ്റ്റൊക്കെ കഴിഞ്ഞെന്നാ പറഞ്ഞു. ഇനിയിപ്പോൾ മാനേജർ പോസ്റ്റും സെയിൽസ്മാന്റെ പോസ്റ്റൊക്കെ ഉള്ളത്.
പക്ഷെ അതൊക്കെ രാജീവിന് പറ്റുമോ? സെയിൽസ്മാന്റെ പോസ്റ്റിലേക്ക് പോയി അത് സാലറി ഒന്നും കാണത്തില്ലെന്ന് പറയാം. രാജീവിന് സങ്കടമായിപ്പോയി. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ചിലപ്പം ഈ ഉത്സവം നടത്താനായിട്ട് ഞങ്ങൾക്ക് വിട്ടു തരുവാണെങ്കിൽ രാജീവിനെ മാനേജർ ആക്കാന്ന് പറയണം. ഒരു നിമിഷം അനുപമ ഇത് ഞെട്ടി. അത് കൊള്ളാലോ, നല്ല കാര്യമാണല്ലോ എന്ന്. പക്ഷെ രാജീവ് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അല്ല, നിങ്ങളൊന്ന് ആലോചിക്കുക, ഞങ്ങളൊന്ന് പ്രദക്ഷിണം വെച്ചിട്ട് വരാമെന്നും പറഞ്ഞ് അവരങ്ങോട്ട് പോവാണ്. ഈ സമയം രാജീവ് പറഞ്ഞാൽ അതെങ്ങനെയാ അനുപമ ശരിയാവുന്നേ? അമ്മയല്ലേ ഉത്സവം നടത്തുന്നേ, അമ്മേനല്ലേ ആചാരസ്ഥാനത്ത് ഇരുത്തിയേക്കണേ. അതൊന്നും കുഴപ്പമില്ല, ഇനി അവര് പ്രദക്ഷിണം കഴിഞ്ഞ് വരും പറഞ്ഞാൽ മതി, ഉത്സവം അവരോട് നടത്തിക്കോളാം. ഇപ്പൊ നമ്മുടെ ആവശ്യം എന്താ? രാജീവേണ്ണ ഒരു ജോലിയല്ലേ, രാജീവേണ്ണ ഉറപ്പായിട്ടും ജോലി കിട്ടണം. അപ്പൊ മാനേജർ പോസ്റ്റ് നല്ല സാലറി കിട്ടുന്ന ജോലിയല്ലേ, വെറുതെ എന്തിനാ അത് ഇല്ലാതാക്കുന്നേ? അതുകൊണ്ട് രാജീവേണ്ണ അവരോട് വന്ന് പറ, സമ്മതമാ, ഉത്സവം വിട്ടുകൊടുക്കാൻ സമ്മതമെന്ന് പറ. പക്ഷെ അമ്മേനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട, നമുക്ക് അമ്മയോട് പോയി സംസാരിക്കാം. എന്നാ ബാ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ ഇറങ്ങാന്ന് പറയാണ്. ഈ സമയത്ത് അവർ പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വന്നേ രാജീവിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. രാജീവൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല സാർ, ഈ തണുത്ത ഉത്സവം നിങ്ങൾ തന്നെ നടത്തിക്കോളാൻ പറയാണ്. അല്ല, രാജീവിന്റെ അമ്മയോട് ചോദിച്ചാൽ അതൊന്നും കുഴപ്പമില്ല, അമ്മയോടൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞേ. ഈ സമയത്ത് അനുപമയും പറഞ്ഞു, അമ്മ സമ്മതിച്ചു നിങ്ങളോട് ഉത്സവം നടത്തിക്കോളാൻ, രാജീവേട്ടന് ഒരു നല്ല ജോലി കൊടുക്കാൻ പോകുന്ന ആളല്ലേ, അപ്പൊ അതുകൊണ്ട് ഉത്സവം നടത്തിക്കോളാൻ പറഞ്ഞു പറയാം. അങ്ങനെ സന്തോഷത്തോടു കൂടിയ മേനോനൊക്കെ അവിടെ നിന്ന് മടങ്ങുന്നത്. ഈ സമയം അനുപമ പറഞ്ഞു, ബാ, എത്രയും പെട്ടെന്ന് നമുക്ക് അമ്മേനെ പോയി കാണണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുവാണ്. പിന്നീട് ഉണ്ണിമോളും ഗിരിദേവനും ബാബരും കൂടെ ഭവാനിയമ്മയുടെ അടുത്തേക്ക് വരുവാണ്. അങ്ങനെ ഭവാനിയമ്മ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുവാണ്. എൻ്റെ മോളെ, എനിക്കറിയില്ലായിരുന്നു അവൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന്. അവനെ കാത്തിരുന്നുകൊണ്ടോ, ഫുഡ് പോലും കഴിക്കാതെ ഫുഡും വെളും വെച്ച് കാത്തിരിക്കുവോ, അവൻ വരൂ എന്നുള്ള പ്രതീക്ഷയില്. വരുമായിരിക്കില്ലേ, എന്നാലും മോളോട് ഈ ചതി ചെയ്തല്ലോ എന്ന് പറയാം. അത് അമ്മയ്ക്കറിയാവോ, എൻ്റെ മുത്തശ്ശിയാണെങ്കിൽ ഒരു ശബ്ദം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് മുത്തശ്ശി ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയാ ഉത്സവത്തിന് മുമ്പ് ആ സ്വർണങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഉണ്ണിമോൾക്ക് സാധിച്ചില്ലെങ്കിൽ ഇനി ഒരു കാരണവശാലും ഞാൻ അയ്യപ്പസ്വാമിനെ പ്രാർത്ഥിക്കാണ്ട് ചെല്ലില്ല, അയ്യപ്പസ്വാമിന്ന് ഞാൻ പറഞ്ഞ് വിളിക്കില്ല എന്ന്. അപ്പോൾ ഉണ്ണിമോൾ ഈ കാര്യങ്ങളൊക്കെ അവരോട് പറയാ, എൻ്റെ മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് ആ സ്വർണ്ണം എവിടെ നിന്നെങ്കിലും കണ്ടുപിടിച്ചാരണോ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു വഴിയില്ലെന്നും പറഞ്ഞുകൊണ്ട് അവരോട് അപേക്ഷിക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.